മലയാളികൾ പണ്ടുകാലം തൊട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരമായി മാറിയ ദീപ്തകീർത്തിയുടെ വാർത്തകൾ പണ്ടേ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ട്. ഗിന്നസ് പക്രുവിന്റെ മകളായി തന്നെയാണ് പണ്ട് മുതലേ സോഷ്യൽ മീഡിയയിൽ ദീപ്തകീർത്തി ഏറ്റവും കൂടുതൽ സജീവമായത്. ഇപ്പോൾ ദീപ്തകീർത്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിലും വലിയ കുട്ടിയായിരിക്കുകയാണ്. ഒരു പ്രായം വരെയും മകളുടെ ചിത്രങ്ങളും ഭാര്യയുടെ ചിത്രങ്ങളും പക്രു സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമായിരുന്നു. എന്നാൽ മകളുടെ ഒരു പ്രായത്തിന് ശേഷം ഇപ്പോൾ അധികവും പങ്കുവയ്ക്കാറില്ല എന്നതാണ് സത്യം. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി അതിനെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രീതിക്ക് വളരെയധികം സ്നേഹം നൽകുന്നൊരു വാർത്തയായി കൂടി തന്നെ മാറുന്നു. ഇതുപോലെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതിയോടൊപ്പം തന്നെ എല്ലാവരും നോക്കുന്നത്. ദീപ്തകീർത്തിയുടെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധയോടെയാണ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുമുള്ളത്. പക്രുവിന്റെ മകൾ എന്ന രീതിയിൽ തന്നെ ദീപ്തകീർത്തി പണ്ട് മുതലേ വളരെ ചെറുതിലെ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ്. ഗിന്നസ് പക്രുവും ഭാര്യയുടെയും വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെ മകളുടെ വാർത്തകളും ഏറ്റെടുക്കാറും കണ്ടുപിടിക്കാറും ഒക്കെ ചെയ്യാറുണ്ട്. യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലൂടെയുമായി തന്നെ ഗായത്രി വിശേഷണങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട്. ഗിന്നസ് പക്രു പങ്കുവച്ചില്ലെങ്കിലും ഭാര്യ ഗായത്രിയുടെ ഇത്തരം ചിത്രങ്ങളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നു. വിവാഹത്തെക്കുറിച്ചും കുഞ്ഞിനെ നഷ്ടമായതിനെക്കുറിച്ചും വീണ്ടും ഗർഭിണിയായതിനെക്കുറിച്ചും മക്കളോടൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഇരുവരും വാചാലരാകാറുണ്ട്. അച്ഛനൊപ്പം നിഴലായി എല്ലായിടത്തും ദീപ്തകീർത്തി എപ്പോഴും ഉണ്ടാകും. അഭിനയ മേഖലയിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് മകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. വലിയ കുട്ടിയായി, ഒരു നടിയാകുന്ന പ്രായമൊക്കെയായി. പെട്ടെന്നാണ് അവൾ വളർന്നത്. നല്ല ഹൈറ്റൊക്കെ വെച്ച് സാരി ഉടുക്കുമ്പോൾ ഇത്രയും വലുതായോ അവളെന്ന് നമ്മൾ അന്താളിച്ചു പോകും. അത്രമാത്രം വലുതായെന്ന അഭിമാനത്തോടെയാണ് പക്രു പറയുന്നത്. മകൾ വളരെ പെട്ടെന്ന് വളർന്നുവെന്ന് പറയുന്നു. ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കാനാണ് ഞങ്ങളും അവളോട് പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇരുവരും വ്യക്തമാക്കിയിരുന്നു. അടുത്തിടെയായിരുന്നു ദീപ്തകീർത്തിയുടെ അരങ്ങേറ്റം. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ അരങ്ങേറ്റത്തിന് മകൾക്ക് ചിലങ്ക കെട്ടിക്കൊടുത്തത് അച്ഛൻ തന്നെയായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ കണ്ട ഏറ്റവും നല്ല വാർത്തയും അതുതന്നെയാണ്. ദീപ്തകീർത്തി ഏറ്റവും കൂടുതൽ അടുപ്പം അച്ഛനുമായി തന്നെയാണ്. അതെല്ലാവരും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലുമുള്ളൊരു അടുപ്പമാണ് എന്ന് തന്നെ പറയാം. ഓരോ തവണയും ഓരോരുത്തരും ഇത് ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആരാധകരും അത് സമ്മതിക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു നമ്മൾ കാണുമ്പോൾ ഗിന്നസ് പക്രുവിൻ്റെ കുടുംബത്തോടൊപ്പമുള്ള പ്രേക്ഷകരുടെ സ്നേഹമാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. ആ ഒരു സ്നേഹത്തിന് നമ്മൾ എന്തായാലും കൈത്താങ് കൊടുത്തേ മതിയാകൂ. നമ്മളെപ്പോഴും അഭിനന്ദിക്കേണ്ടതുമാണ്. ആ ഒരു കുടുംബത്തിന് കിട്ടുന്ന സ്നേഹവും അംഗീകാരവും ഒക്കെ വലുത് തന്നെയാണ്. ഓരോ തവണയും ആരാധകർ ഇത്തരത്തിൽ വാർത്തകൾ ഓരോന്നും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഈ ഒരു വാർത്തയെപ്പറ്റി പറയുന്നതും നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.